നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിൽ നാം കാണുന്നത് അല്പം കുശുമ്പ് പറച്ചിലോ പരദൂഷണം പറച്ചിലോ ആണ്. എന്നാൽ അന്നൂരിലെ ഈ ഒരു ചായക്കടയിൽ ചെസ്സിനോടുള്ള അടങ്ങാത്ത ആവേശമാണ് കാണാറുള്ളത്. അന്നൂർ കണ്ടക്കോരൻമുക്കിലെ ഹോട്ടൽ ആകാശിന് മുന്നിൽ ഓരോ ദിവസവും വിരിയുന്ന കാഴ്ച നാട്ടിൻപുറങ്ങളിലെ പതിവ് ചായക്കട സംസ്കാരത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. നാട്ടുവർത്തമാനങ്ങളും രാഷ്ട്രീയ ചർച്ചകളും നിറയുന്ന ചായക്കടയിൽ നിന്നും മാറി ഇവിടെ കഴിഞ്ഞ 8 വർഷത്തിലേറെയായി ചെസ് ബോർഡിന് ചുറ്റുമാണ് ആളുകൾ ഒത്തുകൂടുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ പ്രായക്കാരായ ചെസ് പ്രേമികൾ ഇവിടെ എത്തി കരുനീക്കങ്ങൾ മെനയുകയും ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന മത്സരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഒരു ചായക്കടയുടെ മുന്നിൽ ആരംഭിച്ച ഈ സൗഹൃദ കൂട്ടായ്മ ഇന്ന് പ്രദേശത്തിന്റെ പ്രത്യേകതയായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളും യുവാക്കളും മുതിർന്നവരും ഒരുപോലെ പങ്കെടുക്കുന്ന ഈ സംഗമത്തിൽ വിജയവും പരാജയവും മാത്രമല്ല ക്ഷമയും ഏകാഗ്രതയും സൗഹൃദവും കൂടിയാണ് പങ്കിടപ്പെടുന്നത്. ഒരു 9 കൊല്ലമായി കളി ഇങ്ങനെ ഇവിടെ തുടങ്ങിയിട്ട് 9 കൊല്ലമായി ഇവിടെ കളി തുടങ്ങിയിട്ട്. നമ്മൾ ആദ്യകാലത്ത് ഒരു 3-4 ആളെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ആൾക്കാരിങ്ങനെ വർദ്ധിച്ചുകൊണ്ടും കളി കണ്ട് ആൾക്കാർ വന്നുകൊണ്ടും ഉണ്ട്. പിന്നെ കുട്ടികളൊക്കെ വരാറുണ്ട്, ഞങ്ങളെ കൂടെ കളിക്കാറുണ്ട് കുട്ടികൾ. ഓരോ കളിയും പുതിയ പാഠങ്ങളാണ് സമ്മാനിക്കുന്നത്. ഒരു നീക്കത്തിനായി മിനിറ്റുകളോളം ആലോചിക്കുന്ന കളിക്കാരും അതിനേക്കാൾ ആവേശത്തോടെ കളി വീക്ഷിക്കുന്ന കാണികളും ഇവിടെ പതിവ് കാഴ്ചയാണ്. മൊബൈൽ ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും ലോകത്ത് ആളുകൾ തമ്മിലുള്ള നേരിട്ടുള്ള ഇടപെടലുകൾ കുറയുന്ന ഈ കാലത്ത് അന്നൂരിലെ ഈ ചെസ് കൂട്ടായ്മ സമൂഹത്തിന് ഒരു മാതൃകയാണ്. തലമുറകളെ ഒരേ ബോർഡിന് മുന്നിൽ ഒന്നിപ്പിക്കുന്ന ഈ ഇടം വെറും കളിസ്ഥലം മാത്രമല്ല, അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ വേദിയാണ്. ചായയുടെ ചൂടും ചെസ്സിന്റെ ആവേശവും ഒന്നിച്ചു ചേരുന്ന ഹോട്ടൽ ആകാശിന് മുന്നിലെ ഈ കാഴ്ച 8 വർഷങ്ങൾ പിന്നിട്ട് ഇന്നും സജീവമായി തുടരുകയാണ്. നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഒരു സാധാരണ ചായക്കടയല്ല, ബുദ്ധിയുടെ നീക്കങ്ങൾ വിരിയുന്ന ഒരു തുറന്ന ചെസ് അക്കാദമിയാണ്. വെറുമൊരു വിനോദം എന്നതിലുപരി വർഷങ്ങളായി തുടരുന്ന സൗഹൃദത്തിന്റെ പ്രതീകം കൂടിയാണ് അന്നൂരിലെ ഈ കാഴ്ച. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക്.